വേവ്സ് മ്യൂസിക് ഇവൻറ്റ്സ് അവതരിപ്പിക്കുന്ന ഞാനും ഒരു കലാകാരനാണ് എന്ന ഇൻ്റർവ്യൂ ഡെസ്കിലേക്ക് നിങ്ങൾക്കേവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ 29 എപ്പിസോഡുകളിലൂടെ 29 കലാകാരന്മാരെ ഈ വേദിയിലൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി. ഇന്ന് എൻ്റെ കൂടെ ബിജു ലോറൻസ് ഡൽഹി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ പഠിപ്പിച്ചിരുന്നു. അതിനുശേഷം അവിടെ സ്വന്തമായി ഒരു മ്യൂസിക് സ്കൂൾ നടത്തിക്കൊണ്ടുവരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം കൊച്ചിൻ വേവ്സിലെ ആദ്യകാല ഒരു വിദ്യാർത്ഥി കൂടിയാണെന്നുള്ള വിവരം ഞാൻ തുടക്കത്തിൽ നിങ്ങളെ അറിയിക്കുകയാണ്. അദ്ദേഹത്തോട് ചോദിക്കാം, അദ്ദേഹത്തിൻ്റെ ചുവടുവെപ്പുകൾ എങ്ങനെ, ഈ കലയിലേക്കുള്ള ആ ഒരു പ്രയാണം എങ്ങനെ സംഭവിച്ചു, അതിനെക്കുറിച്ചുള്ള എല്ലാ വിശദ വിവരങ്ങളും നമുക്ക് അദ്ദേഹത്തോട് ചോദിച്ച് മനസ്സിലാക്കാം. ബിജു ഒരു വയലിനിസ്റ്റാണ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര യാഥാർത്ഥ്യമുണ്ട്? ഇപ്പോൾ വയലിൻ പഠിപ്പിച്ചാണ് ഞാൻ ശരിക്കും ഡൽഹിയിൽ ജീവിക്കുന്നത്. അപ്പോൾ വയലിൻ ടീച്ചറായിട്ട് ഞാൻ പഠിച്ചു തുടങ്ങിയില്ല, മറിച്ച് ഒരു ഹോബിയായിട്ട് പഠിച്ചു തുടങ്ങി. അന്ന് ഞാൻ മറ്റൊരു ജോലിയിൽ നിന്നുകൊണ്ടാണ് ഞാൻ വയലിൻ പഠിക്കാൻ ഇവിടെ കൊച്ചിൻ വേവ്സിൽ വന്നതും പഠിക്കാൻ തുടങ്ങിയതും. പിൽക്കാലത്ത് എൻ്റെ പല യാത്രകളിലും മുന്നോട്ട് പോയ സാഹചര്യങ്ങളിൽ അപ്പോൾ ഒരു ജോലി അത്യാവശ്യമായി വന്നു. അപ്പം ഞാൻ നോക്കിയപ്പോൾ എനിക്ക് ഏറ്റവും എളുപ്പമായിട്ടിരുന്നത് ഞാൻ പഠിച്ചതും എനിക്ക് എളുപ്പമായതുമായിട്ടുള്ള മ്യൂസിക് തന്നെ ആയിരിക്കുന്നു. അങ്ങനെയാണ് ഞാനൊരു വയലിൻ ടീച്ചിങ് ലൈനിലോട്ട് വരുന്നത്. ഈ കൊച്ചിൻ വേവ്സിൽ വരുമ്പോഴുണ്ടായ അനുഭവം, അതായത് അന്ന് വേറെ ഏതോ ജോലിയിലായിരുന്നു, അതിൻ്റെ ഇടക്കാണ് ഈ വയലിൻ പഠിക്കാൻ വേണ്ടി ഇവിടെ വന്ന് ചേരുകയും അത് കണ്ടിന്യൂ ചെയ്യുകയും ചെയ്തത്. അതിനെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിവരിക്കാമോ? കൊച്ചിൻ വേവ്സിൽ വരുന്നത് 1989 ആ കാലഘട്ടത്തിലാണ്. 89, 90 ഈ സമയങ്ങളിലൊക്കെയാണ് ഞാൻ കൊച്ചിൻ വേവ്സിൽ പഠിക്കുന്നത്. ആ സമയത്ത് ഞാൻ താജ് മലബാർ ഹോട്ടലിൽ ജോലി ചെയ്യുക. അപ്പോൾ താജ് മലബാർ ഹോട്ടലിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കെ ഞാൻ 20 വയസ്സാവുന്നു. 20ാമത്തെ വയസ്സിൽ ഞാൻ ഓൾറെഡി ഒരു പെർമനൻ്റ് സ്റ്റാഫാണ് താജിൽ. അപ്പോൾ ഈ ചീത്ത കൂട്ടുകെട്ടിലൊന്നും പെടാതിരിക്കാനും, പിന്നെ നമ്മളിപ്പോൾ ചെറുപ്പമായിരിക്കുന്നത് കൊണ്ട് ഈ സമയത്താണ് എന്തെങ്കിലുമൊക്കെ പഠിക്കാനും മുന്നോട്ട് കാൽ വെക്കാനൊക്കെ പറ്റുന്ന സമയമെന്ന് ഉദ്ദേശിച്ചു. അങ്ങനെ ഞാൻ ഒരു ശ്രമം നടത്തിയെന്നുള്ളൂ മ്യൂസിക് സ്കൂളിലേക്ക്. അങ്ങനെയാണ് കൊച്ചിൻ വേവ്സിലേക്ക് വരുന്നതും വയലിൻ ക്ലാസ്സിന് വേണ്ടി ജോയിൻ ചെയ്യുന്നതും. അപ്പോൾ ആ സമയത്തൊരു ജോലി ചെയ്തുകൊണ്ട് ഒരു ഹോബി മാത്രമായിട്ടാണ് ഞാൻ പഠിച്ചിരുന്നത്. പക്ഷേ ജോലിയോടൊപ്പം ഹോബിയായിട്ട് അത് ഞാൻ ഒരുപാട് വർഷങ്ങൾ കണ്ടിന്യൂ ചെയ്തു. അത് നിർത്തിക്കളഞ്ഞില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇവിടെ ഒരു തുടക്കം വരുന്നത് കൊച്ചിൻ വേവ്സിൽ. ഈ കൊച്ചിൻ വേവ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പുറത്തേക്ക് പഠിക്കുവാനുള്ള അവസരങ്ങൾ ലഭിച്ചു എന്നറിയാൻ കഴിഞ്ഞു. അതിനെക്കുറിച്ച് ഒരു ചെറിയതായിട്ട് വിശദീകരിച്ച് പറയാമോ? അപ്പോൾ കൊച്ചിൻ വേവ്സിൽ പഠിക്കുമ്പോൾ തന്നെ നമുക്കിപ്പം മ്യൂസിക് വായിക്കാനും പിന്നെ അതിൻ്റെ നൊട്ടേഷൻ വായിക്കാനുള്ള കഴിവ് ഓൾറെഡി നമുക്ക് അതിലൂടെ നമുക്ക് ലഭിച്ചു. അപ്പോൾ നമ്മൾ ഓൾറെഡി നൊട്ടേഷൻ വായിക്കാൻ അറിയാം, വയലിൻ വായിക്കാൻ അറിയാം. അപ്പോൾ അങ്ങനെ ഇരിക്കെ ഈ സാഹചര്യത്തിൽ നിൽക്കുമ്പോഴാണ് പല ചെറിയ പ്രൊജക്റ്റുകൾ. ഇപ്പോൾ എൻ്റെ കൂട്ടുകാരനാണ് പീറ്റർ ചേരാനല്ലൂർ. അപ്പോൾ എൻ്റെ വീടും ചേരാനല്ലൂരാണ്. അപ്പോൾ പുള്ളിക്കാരൻ്റെ ക്രിസ്ത്യൻ ഭക്തി ഗാനങ്ങളുടെ നൊട്ടേഷൻ എഴുതാൻ ഞാൻ പോവും. പിന്നെ അവിടെയുള്ള മറ്റ് പല ആർട്ടിസ്റ്റുകൾ, ഗിഫ്റ്റ് എന്ന് പറഞ്ഞ ആർട്ടിസ്റ്റിൻ്റെ മ്യൂസിക് സ്കോറുകൾ എഴുതാൻ പോവും. അതിനുശേഷം ഇവരുടെയൊക്കെ റെക്കോർഡിങ് നടക്കുന്ന സ്ഥലത്തും പോവും. അപ്പോൾ ഇതെല്ലാം ജോലിയോടുള്ള ബന്ധത്തിൽ നടന്ന കാര്യങ്ങളാണ്. ഇതിന് ശേഷം ഒരു 96 വരെയും അങ്ങനെ പോയി. 96ലാണ് എനിക്ക് വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടുന്നത്. അങ്ങനെ 96, 97 ഈ സമയമാണ് ഞാൻ ഇംഗ്ലണ്ടിൽ, അത് ഓക്സ്ഫോർഡിൽ പോകാനായിട്ട് എനിക്ക് വഴിയൊരുങ്ങിയത്. അങ്ങനെ ഞാനത് ജോലി റിസൈൻ ചെയ്ത് ഞാൻ പിന്നെ ഇംഗ്ലണ്ടിൽ പോവുകയായിരുന്നു. ഇംഗ്ലണ്ടിൽ പോയി പഠിച്ച ആ അനുഭവം ഒന്ന് വിശദീകരിക്കാമോ? അപ്പം ഇവിടെ പഠിച്ചത് മുഴുവനും ഒരു നല്ലൊരു ഫൗണ്ടേഷൻ നമുക്ക് ഇവിടെയുള്ള
ഇത് ആ ഇൻസ്റ്റിറ്റ്യൂഷനിലും ടീച്ചർമാരിലൂടെയും നമുക്ക് കിട്ടി ഓൾറെഡി. അപ്പം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ആ സമയത്ത് ഈ മ്യൂസിക് ഗ്രേഡ് എക്സാമിനെ കുറിച്ചുള്ള ഒരു അറിവ് നമുക്കുണ്ടാകുന്നത്. അപ്പോൾ മ്യൂസിക് ഗ്രേഡ് എക്സാം ഉണ്ട്, അത് നല്ലതാണെന്ന് മനസ്സിലാക്കി. അങ്ങനെ എൻ്റെ ടീച്ചേഴ്സ് 2 പേരും എന്നെ പഠിപ്പിച്ചവർ, മ്യൂസിക് തിയറി പഠിപ്പിച്ചതും വയലിൻ പഠിപ്പിച്ചതും നല്ല ടീച്ചേഴ്സും അത് തന്നെ ആയിരുന്നു. അപ്പോൾ അവരുടെ നല്ല മികച്ച ടീച്ചിങ്ങും പിന്നെ ദൈവാനുഗ്രഹവും കൊണ്ട് എന്താ പറയണത്, ആദ്യത്തെ ഗ്രേഡ് എന്ന് പറഞ്ഞ് എഴുതിയത് ഞാൻ ഗ്രേഡ് 5 അപ്പൊ അതിനു മുമ്പ് എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല. ഈ മ്യൂസിക് എക്സാം എഴുതിയോ ഗ്രേഡ് ആയിട്ടുള്ള ഒരു ബന്ധവും എനിക്കില്ല. അങ്ങനെ 1997 1997 എൻ്റെ ആദ്യത്തെ എക്സാം. അത് 6 മാസത്തിനുള്ളിൽ തിയറി ഗ്രേഡ് 5 തിയറിയും ഗ്രേഡ് 5 പ്രാക്ടിക്കലും അത് രണ്ടും ഡിസ്റ്റിങ്ഷനോട് എനിക്ക് പാസ്സായി പറ്റി. അപ്പം അത് 6 months ടൈമിൽ എനിക്ക് പറ്റി. പിന്നെ ഒരു 3 മാസം എടുത്തു. അത് കഴിഞ്ഞ് മറ്റൊരു എക്സാം കൂടി എഴുതി. അങ്ങനെ ഞാൻ ശരിക്കും 7th ഗ്രേഡ് വരെ പഠിച്ചു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇന്ത്യയിലേക്ക് തിരിച്ചു വരുന്നത്. ശരിക്കും ഇത്രയും പഠിച്ച സ്ഥിതിക്ക് അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള ഒരു മനോഭാവം മനസ്സിലുണ്ടായില്ലേ? അവിടെ തന്നെ സെറ്റിൽ ചെയ്യാനുള്ള വഴികൾ ഉണ്ടായിരുന്നു. അതിന് വഴികൾ ഒന്ന്, ഞാൻ ഒരു മലയാളിനെ തന്നെ കല്യാണം കഴിച്ച് വേണമെങ്കിൽ അവിടെ സെറ്റിൽ ചെയ്യാമായിരുന്നു. അതായിരുന്നു പ്രധാന ഓപ്ഷൻ. അപ്പൊ അതിൽ താല്പര്യം കുറവായിരുന്നോ? ഞാൻ ഇംഗ്ലണ്ടിൽ പോകുന്നതിന് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പൈസയും ചെലവില്ലായിരുന്നു. അപ്പോൾ ഒരു പൈസയും ചെലവില്ലാതെ ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാൻ അങ്ങനെ ഇംഗ്ലണ്ടിൽ പോകാനും അവിടെ പോയി ഫ്രീ ആയിട്ട് ഇങ്ങനെ പഠിക്കാനും ആ ഒരു എക്സ്പോഷർ എനിക്ക് കിട്ടിയത്. അപ്പോൾ അവിടെ എനിക്ക് കണ്ട സൗകര്യങ്ങളും അവിടെ കണ്ട ഇതെല്ലാം കണ്ടിട്ട് ഞാൻ അതിൽ തന്നെ കുടുങ്ങിപ്പോകുന്നതിലും നല്ലത് മുന്നോട്ട് എന്താണോ ദൈവം വെച്ചിരിക്കുന്നത് അതിലൂടെ തന്നെ അവിടെ പോകാമെന്നായി. അപ്പോൾ അവിടെ ആയിരുന്നു വെച്ചെങ്കിൽ എൻ്റെ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായേനെ. എനിക്ക് ഒരു പെട്ടെന്ന് സെറ്റിൽ ചെയ്യാമായിരുന്നു, പൈസക്കായാലും. അപ്പോൾ എല്ലാ കാര്യത്തിലും കുറച്ച് എളുപ്പം ഉണ്ടായേനെ. പക്ഷെ അതിൻ്റെ മുന്നോട്ട് എന്താണെന്ന് പിന്നെയും ആ യാത്ര തുടരേണ്ടിയിരിക്കുന്നു എന്നുള്ളത് ആയതുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞു, മ്യൂസിക് തന്നെയാണ് എൻ്റെ വിളിയെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ യൂറോപ്പിൽ വരും. അഥവാ അങ്ങനെ അല്ലെങ്കിൽ മറ്റെന്താണെന്നുള്ളത് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞുള്ള ഉദ്ദേശത്തോടെയാണ് മടങ്ങി വരുന്നത്. നാട്ടിൽ വന്നതിന് ശേഷം ഡൽഹിക്ക് പോയി. നാട്ടിൽ വന്നതിന് ശേഷം പിന്നെയും ഞാൻ റിസൈൻ ചെയ്താണ് താജിൽ നിന്ന് പോയതെങ്കിലും പിന്നെയും അവരെന്നെ എടുത്തു. അവരെ ഞാൻ തിരിച്ചു അവരെ അപ്പോയിന്റ് ചെയ്തു തന്നെ. പിന്നെ അപ്പോയിന്റ് ചെയ്തു എന്നെ എയർപോർട്ടിൽ ഒരു കൗണ്ടർ ഉണ്ടായിരുന്നു താജിന്റെ. ആ കൗണ്ടറിന്റെ ഇൻചാർജ് ആക്കി എന്നെ നിർത്തി. അന്ന് എയർപോർട്ട് വില്ലിംഗ്ടൺ ഐലൻഡിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, നെടുമ്പാശ്ശേരിയിലല്ല. പിന്നെ അപ്പോൾ അങ്ങനെ ഞാൻ ആ പോസ്റ്റിൽ നിൽക്കുമ്പോഴാണ് എനിക്ക് പരിചയമുള്ള ഒരു ഫാമിലിനെ കാണാൻ വേണ്ടി ഒരു വെക്കേഷൻ സമയത്ത് ഞാൻ ലീവ് എടുത്ത് ഞാൻ ഡൽഹിക്ക് പോകുന്നത്. അപ്പം ഡൽഹി ചെന്നപ്പോൾ താമസിക്കുന്ന ആ ഫാമിലിയിലെ മിസ്സിസും ആ കൊച്ചും അവരുടെ മോളും അന്ന് 4ാം ക്ലാസ്സിൽ പഠിക്കുന്നതാണ്. ഇവർ രണ്ടുപേരും ഞാൻ വയലിൻ വായിക്കുന്നത് കേട്ട് ഇൻസ്പയർഡ് ആയതുകൊണ്ടാണ് അവർ വയലിൻ പഠിക്കാൻ തുടങ്ങിയത് ഡൽഹി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്ന്. അങ്ങനെ അവർ മുഖാന്തരം ഞാൻ ഡൽഹി സ്കൂൾ ഓഫ് മ്യൂസിക് പോയി. അപ്പോൾ ഞാൻ ചിന്തിച്ചു, കേരളത്തിൽ ഇപ്പോൾ ചെയ്യുന്ന ജോലി അത് റിസൈൻ ചെയ്തിട്ട് ഡൽഹിക്ക് വരാം. ഡൽഹിക്ക് വന്നിട്ട് ഡൽഹി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നമ്മൾ പഠിച്ച മ്യൂസിക്, ആ വെസ്റ്റേൺ ക്ലാസിക് മ്യൂസിക് കണ്ടിന്യൂ ചെയ്യാം. അതോടൊപ്പം വേറെ എന്തെങ്കിലും ജോലി ചെയ്യാന്നുള്ള വിധത്തിൽ അങ്ങനെ വീണ്ടും ഞാൻ കേരളത്തിൽ നിന്നും ആ അടുത്ത ജോലിയും റിസൈൻ ചെയ്ത് ഞാൻ ഡൽഹിക്ക് പോവുകയാണ് ചെയ്തത്. ഡൽഹി സ്കൂളിൽ എത്ര നാൾ പഠിപ്പിച്ചിരുന്നു? ഡൽഹി സ്കൂളിൽ മ്യൂസിക്കിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കെ അവിടെ നിന്ന് പഠിച്ചുകൊണ്ടിരിക്കെ അവരെന്നെ ടീച്ചറായിട്ടും അപ്പോയിന്റ് ചെയ്തു. ഒന്നാമത് ഫൈനാൻഷ്യൽ ക്രൈസിസ് ആയിരുന്നു പ്രധാന വിഷയം. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മുന്നോട്ട് പഠിക്കാൻ പറ്റത്തില്ല. കാരണം എൻ്റെ ഫൈനാൻഷ്യൽ സ്റ്റേറ്റസ് വളരെ മോശമായതുകൊണ്ട് മുന്നോട്ട് പഠിക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ വൈ ഡോണ്ട് യു ടീച്ച് എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കാനായിട്ട് എനിക്ക് അവസരം തരികയും പിന്നെ എനിക്ക് അത് അങ്ങനെ മുന്നോട്ട് പോവുകയായിരുന്നു. അല്ല, അന്ന് പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്നത്തെ ചെലവിന് ഉതകുന്ന രീതിയിലുള്ള ഒരു പേയ്മെന്റ് അവിടെ നിന്ന് കിട്ടിയിരുന്നു? പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ അന്ന് ഞാൻ പാർട്ട് ടൈമായിട്ട് മറ്റുള്ള
ഈ ഹോം ട്യൂഷനും ചെയ്യുമായിരുന്നു. ഓക്കെ ഓക്കെ. അവിടെ മാത്രം പഠിപ്പിക്കാതെ ഹോം ട്യൂഷനും ചെയ്യുമായിരുന്നു. അപ്പോൾ ഹോം ട്യൂഷനും പിന്നെ അന്ന് ഞാൻ മാരീഡും അല്ല, ഓക്കെ. അങ്ങനെയുള്ള പ്ലസ് പോയിന്റുകൾ ഉണ്ടായിരുന്നു. മാരീഡ് അല്ല, പിന്നെ ഹോം ട്യൂഷൻ ചെയ്യും. അപ്പം നമുക്ക് പ്രധാനമായിട്ട് റെന്റിന്റെ വിഷയം മാത്രമേ അതിൻ്റെ അകത്ത് വരുന്നുള്ളായിരുന്നു. ഇപ്പൊ ഫാമിലി ആരൊക്കെ ഉണ്ട് വീട്ടിൽ? എൻ്റെ മിസ്സിസിന്റെ പേര് ജാനറ്റ്. അവരുടെ പേരൻസ് എല്ലാം കോട്ടയംകാരാണ്. പക്ഷെ അവർ ജനിച്ചു വളർന്നത് UP മഥുരയിലാണ്. ഓക്കെ. അപ്പോൾ ഹിന്ദി ആണ് അവരുടെ കുറച്ചുകൂടി ഫ്ലുവൻ്റ് ആയിട്ടുള്ള സബ്ജക്റ്റ്. അപ്പോൾ പിന്നെ ജാനറ്റാണ് മിസ്സിസ് ബേസിക്കലി ഒരു ടീച്ചറാണ്. മ്യൂസിക്കിൽ വളരെയധികം സപ്പോർട്ടീവാണ്. പിന്നെ പാടും വരയ്ക്കും, അങ്ങനെ പല മ്യൂസിക് ഇൻസ്ട്രുമെന്റുകൾ കൈകാര്യം ചെയ്യും. അതിലൊക്കെ താളത്തിലും ശ്രുതിയിലൊക്കെ നല്ല സെൻസ് ഉള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സപ്പോർട്ടീവായിട്ടുള്ള മിസ്സിസ്. പിന്നെ 3 കുട്ടികളാണ്. മൂത്ത ആൾ ഇപ്പോൾ 11ാം ക്ലാസ്സിൽ, രണ്ടാമത്തെ ആൾ പെൺകുട്ടി 9ാം ക്ലാസ്സിൽ, മൂന്നാമത്തെ ആൾ 4ാം ക്ലാസ്സിൽ. അപ്പം ആദ്യത്തതും അവസാനത്തതും ആൺകുട്ടികൾ, നടുക്കുള്ളത് പെൺകുട്ടി. ഇതാണ് എൻ്റെ കുടുംബ ഫാമിലിയുടെ ഇത്. ഇപ്പൊ നേരത്തെ താജ് മലബാർ ഹോട്ടലിൽ വർക്ക് ചെയ്തിരുന്നു എന്ന് പറയുന്നു. ഇപ്പോൾ ഒരു മ്യൂസീഷ്യനായിട്ട് പ്രവർത്തിക്കുന്നു. നമ്മൾ മുമ്പോട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ ആ താജ് മലബാറിൽ വർക്ക് ചെയ്ത് ഇരുന്നെങ്കിൽ ഇന്നത്തെക്കാളും മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ജീവിതം കിട്ടുമായിരുന്നു എന്ന് ചിന്തിക്കുന്നുണ്ടോ? നമ്മളുടെ എൻ്റെ ഇന്നലത്തെ ജീവിതം ഇന്നത്തേക്കാൾ മെച്ചമാണെന്ന് ഞാൻ ചിന്തിക്കുകയാണെങ്കിൽ അത് ഉറപ്പായിട്ടും ഞാൻ വളരുന്നില്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. എൻ്റെ ജീവിതം ഇന്നലത്തേത് ഇന്നത്തേക്കാൾ മെച്ചമാണെന്ന് ഞാൻ ചിന്തിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വളരുന്നില്ല എന്നുള്ള ചിന്തയാണ്. അപ്പോൾ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടി വരും എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ വളരാൻ താല്പര്യമുള്ള എല്ലാവർക്കും വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ വില കൊടുക്കേണ്ടി വരും. അപ്പോൾ വളർച്ചയാണ് പ്രധാന വിഷയം. അതായത് നമുക്ക് മനസ്സിനിണങ്ങിയ ഒരു തൊഴിൽ. അതെ. അതല്ലാതെ മറ്റൊന്നും മനസ്സിനിണങ്ങിയതാണെങ്കിലും നമുക്ക് പ്രത്യേക സാഹചര്യത്തിൽ ഇങ്ങോട്ട് മാറേണ്ടി വന്നു എന്നാണ് ബിജു പറയാൻ ഉദ്ദേശിക്കുന്നത്. മറ്റൊരു കാര്യം, നമ്മളിപ്പോൾ മ്യൂസിക് പഠിക്കുമ്പോൾ ഒരു തൊഴിലായിട്ട് പഠിച്ചില്ലെങ്കിലും മറ്റെല്ലാ തൊഴിലുകളും പരാജയപ്പെട്ട മ്യൂസിക് പരാജയപ്പെടാതെ നമുക്കതൊരു തൊഴിലാക്കാവുന്നുള്ളൂ. എപ്പോൾ വേണമെങ്കിലും, ഏത് സാഹചര്യത്തിലും. ഇപ്പോൾ ഒരാൾ വേറെ എന്തെങ്കിലും തൊഴിൽ പഠിച്ചു, അപ്പോൾ ആ തൊഴിലിന് ഇപ്പോൾ സാധ്യതകൾ കുറവാണ്. അപ്പോഴും മ്യൂസിക്കിന്റെ സാധ്യത ലോകം മുഴുവനുണ്ട്. അതെ, തീർച്ചയായിട്ടും. പഠിച്ചത് ഒരിക്കലും അത് വേസ്റ്റ് ആകുന്നില്ല. അത് ഏതെങ്കിലും തരത്തിൽ എപ്പോഴും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും, അത് വായിക്കാനായിക്കോട്ടെ, അത് കമ്പോസ് ചെയ്യാനായിക്കോട്ടെ, നമുക്ക് നമ്മുടെ മനസ്സിൽ വരുന്ന ആ മൂളിപ്പാട്ട് പോലും നമുക്കത് എഴുതി അത് തിരിച്ചു വായിച്ച് അതൊരു പക്ഷെ ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഒരു ഫേമസ് പീസ് ആകണമെന്നില്ല, എങ്കിൽ പോലും നമുക്കതങ്ങനെ എഴുതാനും അത് വായിക്കാനും പറ്റുന്നത് ഒരു വലിയൊരു സംഭവം തന്നെയാണ്. ഡൽഹിയിലെ മ്യൂസിക് സ്കൂള് സ്വന്തമായിട്ട് നടത്തുന്നുണ്ട്. ഡൽഹി സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നുള്ള ക്ലാസ്സുകളും നടന്നിരുന്നു. അവിടെ നിന്ന് പിരിഞ്ഞ് സ്വന്തമായിട്ട് നടത്തിയ സ്ഥാപനം കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് മുമ്പോട്ട് ജീവിതം നല്ല രീതിയിൽ കൊണ്ടുപോകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കുവാൻ സാധിക്കുമോ? മറ്റുള്ളൊരു സ്റ്റേറ്റിൽ ചെന്ന് നമ്മൾ സ്വന്തമായിട്ട് സ്ഥാപിക്കുമ്പോൾ, സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ കേരളത്തിലെ പോലെ അത്ര എളുപ്പമല്ലായിരിക്കാം. കാരണം നമ്മൾ ആ റൂമുകൾ വാടകയ്ക്ക് എടുക്കണം, അതിനുള്ള ഒരു സെറ്റപ്പ് നമ്മൾ ഉണ്ടാക്കണം, പിന്നെ നമുക്ക് അങ്ങനെ ഒരു എൻവയറമെൻ്റ് ഉണ്ടാകണമെന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ നമ്മൾ സ്റ്റുഡൻസ് ടീച്ചറിനെയാണ് പ്രധാനമായിട്ട് നോക്കുന്നത്. സ്റ്റുഡൻസ് ഒരിക്കലും ബിൽഡിങ്ങോ ഇൻഫ്രാസ്ട്രക്ചറോ ഒക്കെ അല്ല പ്രധാനമായിട്ട് ശ്രദ്ധിക്കുന്നത്, അവർ ടീച്ചറിനെ നോക്കുന്നത്. ആ ടീച്ചർ ഏബിൾ ആണോ, ടീച്ചർ കമ്മിറ്റഡ് ആണോ, ടീച്ചർ എക്സ്പീരിയൻസ്ഡ് ആണോ, ഇതൊക്കെയാണ് അവിടുത്തെ പ്രധാന വിഷയങ്ങൾ വരുന്നത്. അപ്പോൾ അതിൻ്റെ ബലത്തിലാണ് നമുക്ക് മുന്നോട്ട് പോകാനുള്ളൊരു ആ സ്കോപ്പ് തെളിഞ്ഞു വരുന്നത്. ഡൽഹിയിൽ അത്യാവശ്യം സ്റ്റുഡൻസ് വയലിൻ പഠിക്കുവാൻ കിട്ടാറുണ്ടോ? ഡൽഹിയിൽ മ്യൂസിക് ഇൻസ്ട്രുമെന്റിനെ നമ്മൾ തന്നെ പ്രൊമോട്ട് ചെയ്തെങ്കിൽ മാത്രമേ അവരുടെ ഉള്ളിലുള്ള ആ ഒരു മിഥ്യ, അവരുടെ ഉള്ളിൽ വിചാരിക്കുന്നത് വയലിൻ ഭയങ്കര ടഫാണ്, ഇതൊക്കെ ആരെ കൊണ്ട് പറ്റും എന്നുള്ളൊരു ചിന്ത ഉണ്ട്. പേരൻസും അങ്ങനെ ചിന്തിക്കുന്നു, സ്റ്റുഡൻസും അങ്ങനെ ചിന്തിക്കുന്നു. അപ്പൊ അത് ലഘൂകരിച്ച് നമുക്ക് അവരെ പഠിപ്പിച്ച് ഇത് എല്ലാവർക്കും പഠിക്കാം
ഇതെല്ലാവരും എന്തെങ്കിലും മ്യൂസിക് ഇൻസ്ട്രുമെന്റ് എല്ലാവരും പഠിച്ചിരിക്കണം എന്നുള്ള ആ ഒരു ബോധം ഉണ്ടാകുമ്പോൾ അവര് ഇത് സക്സസ്ഫുൾ ആ, പഠിച്ചെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തും. നടത്തും. ബിജു 3 മക്കളുടെ പിതാവാണ്. ഉം. ഈ 3 പേരും ഉം. ബിജുവിനെ പോലെ ഉം. സംഗീതത്തിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്നുണ്ടോ? ഞാൻ അവർക്ക് മൂത്ത ആൾക്കായിക്കോട്ടെ, രണ്ടാമത്തെ ആൾക്കായിക്കോട്ടെ, മൂന്നാമത്തെ ആയിക്കോട്ടെ, അവർ ചെറുപ്പത്തിൽ തന്നെ അവർക്ക് മ്യൂസിക് വിദ്യാഭ്യാസത്തിലേക്ക് ഞാൻ അവർക്ക് വഴികൾ കൊടുത്തിട്ടുണ്ട്. മൂത്ത ആൾക്ക് 3-ാമത്തെ വയസ്സിൽ ഞാൻ വയലിൻ മേടിച്ചു കൊടുത്തു. അപ്പം 3-ാമത്തെ വയസ്സിൽ മുതൽ വയലിൻ പിടിക്കുന്നത് എങ്ങനെയാണെന്നും ബോ പിടിക്കുന്നത് എങ്ങനെയാണെന്നും അവനെ പഠിപ്പിച്ചു. അപ്പോൾ അതുപോലെ തന്നെ 2-ാമത്തെ ആളെയും അതുപോലെ തന്നെ 3-ാമത്തെ ആളെയും ഇവരെല്ലാവരും വയലിൻ വായിക്കും. അവരെല്ലാവരും പല ഗ്രേഡുകളും കഴിഞ്ഞതാണ്. അപ്പോൾ പല ഗ്രേഡും കഴിഞ്ഞു. ഇന്ന് അവർ വയലിനിലും പിയാനോയിലും പിന്നെ ഗിറ്റാറും എല്ലാ ഇൻസ്ട്രുമെൻറ്റും തന്നെ വായിക്കും. അത് സ്കൂളിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ നിന്നാണ് ഞാൻ കേൾക്കുന്നത്. അവരവിടെ ഗിറ്റാർ വായിക്കുന്നു, അവരവിടെ ഡ്രംസ് വായിക്കുന്നു. ഇതൊന്നും ഞാൻ പഠിപ്പിച്ചതല്ല. പക്ഷെ ആ വയലിൻ പഠിച്ചതിൻ്റെ ഒരു ഫൗണ്ടേഷൻ മറ്റുള്ള ഇൻസ്ട്രുമെന്റിലും സ്വാധീനം ഉണ്ട്, അവർക്ക് എളുപ്പമായിട്ടുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയത് മറ്റൊരു കാര്യമാണ്. അപ്പോൾ എല്ലാവരും മ്യൂസിക് വായിക്കും. പിന്നെ ഇവരൊക്കെ ആരൊക്കെ എന്തൊക്കെ എവിടെയൊക്കെ ആവും എന്നുള്ളത് ഇതിനെക്കുറിച്ച് എനിക്കറിയില്ല. എന്നാലും ഒരു ഫാദർ എന്ന നിലയിൽ ഈ മ്യൂസിക് എഡ്യൂക്കേഷൻ ഞാൻ അവർക്ക് ചെറുപ്പത്തിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. അല്ല, ഇത് ഈ മ്യൂസിക് എഡ്യൂക്കേഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ നമ്മളിപ്പോ അത് അനുഭവിച്ചറിഞ്ഞു എന്താണ് സംഗീതം, ആ സംഗീതം കൊണ്ട് എങ്ങനെയാണ് ജീവിക്കാൻ പറ്റിയത് നമ്മൾ അനുഭവിച്ചു കഴിഞ്ഞു. ആ ഒരു സാഹചര്യം പരിഗണിച്ച് നമ്മുടെ മക്കളും അതേ രീതിയിൽ മ്യൂസിഷ്യനായിട്ട് വളരട്ടെ എന്ന് കരുതാറുണ്ടോ? അങ്ങനെ ഞാൻ കരുതാറുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു ഡോക്ടർ, എഞ്ചിനീയർ അങ്ങനെയുള്ള പ്രൊഫഷണൽ നോക്കുമ്പോൾ ആ റോഡ് മുഴുവനും ട്രാഫിക് ജാമാണ് എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ റോഡിൽ ഭയങ്കര ക്രൗഡഡാണ് ഓൾറെഡി. അപ്പം ഞാൻ പിള്ളേരോട് പറയുന്നത്, നമ്മൾ ഈ ക്രൗഡഡ് ആയിട്ടുള്ള റോഡ് മാത്രം ചിന്തിക്കാതെ ക്രൗഡഡ് അല്ലാത്ത റോഡിനെ കുറിച്ച് ചിന്തിക്കണം. അൾട്ടിമേറ്റ്ലി ഇപ്പം മ്യൂസിക് ആണെങ്കിൽ നമുക്ക് അതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ഉണ്ട്, പ്രാക്ടീസ് ഉണ്ട്, റിഹേഴ്സൽ ഉണ്ട്, പല കാര്യങ്ങളുണ്ടെങ്കിലും നമുക്ക് യു ക്യാൻ എൻജോയ് ആ ലൈഫ്, യു വിൽ എൻജോയ് ഓൾസോ. അതായത് ഇപ്പൊ ഒരു കോമ്പറ്റീറ്റീവ് മേഖലയാണ് സംഗീതം എന്ന് പറഞ്ഞാൽ. അതെ, നമുക്ക് ചാൻസസ് ഇപ്പൊ ഫിലിം ഫീൽഡിലാണെങ്കിലും മറ്റ് ആൽബം ഫീൽഡിലാണെങ്കിലും ചാൻസസ് കിട്ടുവാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് നമ്മൾ തന്നെ ചിലപ്പോൾ പ്രൊഡ്യൂസ് ചെയ്തിട്ട് വേണം നമ്മളുടെ ഒരു എൻട്രി തന്നെ വരാൻ. ഈ ഒരു സാഹചര്യം പരിഗണിച്ച് മുമ്പോട്ട് എങ്ങനെ പോകും? അവർ തന്നെ അവരുടെ കഴിവുകൾ അവർ തന്നെ അത് പുറത്തു കൊണ്ടുവരണം. അപ്പോൾ അത് ജനങ്ങൾ തിരിച്ചറിഞ്ഞ് അവരുടെ കഴിവ് മ്യൂസിക്കിൽ തന്നെ ഒരുപാട് മേഖലകളുണ്ട്. മ്യൂസിക്കിൽ തന്നെ വയലിൻ വായന മാത്രമല്ല, കമ്പോസിങ് മാത്രമല്ല, കണ്ടക്റ്റിംഗ് ആയിക്കോട്ടെ, സോളോയിസ്റ്റ് ആയിക്കോട്ടെ, ഓർക്കസ്ട്രേഷൻ ആയിക്കോട്ടെ, മ്യൂസിക് എഡിറ്റിംഗ് ആയിക്കോട്ടെ, അങ്ങനെ പല പല സ്ട്രീമുകൾ ഇതിൻ്റെ ഉള്ളിലുണ്ട്. അപ്പോൾ അവർക്ക് തന്നെ അറിയണം, ഇപ്പോൾ ആ മ്യൂസിക് എഡ്യൂക്കേഷനേ കിട്ടിയിട്ടുള്ളൂ. ഇനി ദൈവാനുഗ്രഹം ഉണ്ടെങ്കിൽ അവർക്ക് ആ ഏതെങ്കിലുമൊക്കെ ലൈനിൽ തെളിഞ്ഞു വന്ന് അപ്പോൾ അത് നന്നായിട്ട് അവർക്ക് സെർവ് ചെയ്യാൻ പറ്റും. ബിജു വയലിൻ പഠിക്കുന്ന കാലത്ത് ധാരാളം സംഗീതം പഠിക്കുവാനുള്ള വിദ്യാർത്ഥികൾ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലും വരാറുണ്ട്. ഇന്നത്തെ സാഹചര്യം പരിഗണിക്കുമ്പോൾ വളരെ കുറവാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അത് എൻ്റെ പേഴ്സണലായിട്ടുള്ള ഇത് പറയുകയാണെങ്കിൽ അതിന് പല കാരണങ്ങളുണ്ട്. അന്നത്തെ രീതികളോ അന്നത്തെ ഒരു മെത്തേഡുകളോ അന്നത്തെ ഈ ജീവിത രീതിയോ അന്നത്തെ ഒരു എൻവയറമെൻ്റ് അല്ല ഇന്ന്. ഇന്ന് മൊബൈൽ യുഗം, ഇന്ന് ഇന്റർനെറ്റ് യുഗം, ഇന്നെല്ലാം ഫാസ്റ്റ് ആയിരിക്കുന്നു എന്നുള്ളത് ഒരു വിഷയം. അതോടൊപ്പം തന്നെ ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ ടീച്ചേഴ്സ്മാർ ഈ കാലഘട്ടത്തിൽ നമ്മൾ മ്യൂസിക് എങ്ങനെ പഠിപ്പിച്ചെടുക്കാം എന്നുള്ളതിനെ കുറിച്ച് അവരും ഒന്ന് റിവ്യൂ ചെയ്യേണ്ടതാണ്, വിലയിരുത്തണം. അന്ന് പഠിപ്പിച്ച രീതി പോലെ ഇപ്പൊ പണ്ട് ഗാനമേള എന്ന് പറഞ്ഞതൊരു പ്രധാന സംഭവമായിരുന്നു. ആ ഗാനമേള അവിടെ നടക്കുന്നു, അപ്പൊ എല്ലാവരും അവിടെ ഗാനമേളക്ക് പോകുന്നു, അതിന് തയ്യാറാകുന്നു. അത് വലിയൊരു സംഭവമായിരുന്നെങ്കിലും ഇന്നങ്ങനെ ഗാനമേള അധികം ഇല്ല. ഗാനമേള എന്നുള്ള വിഷയമല്ല. അപ്പോ അന്നത്തെ ആ ട്രെൻഡ് ഇന്നില്ല. അപ്പൊ ട്രെൻഡുകൾ മാറുന്നു.
അപ്പോൾ പക്ഷേ ആർട്ടിസ്റ്റുകളും അതനുസരിച്ച് പഠിപ്പിക്കുന്നവരും അതനുസരിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മൾ എങ്ങനെ ആ മ്യൂസിക് വിദ്യാഭ്യാസം കൂടുതൽ കൊടുക്കാൻ സാധിക്കും, കൂടുതൽ പേരിലേക്ക് അത് കൊടുക്കാൻ സാധിക്കും. അപ്പൊ ചിലപ്പോൾ മെത്തേഡുകൾ ചിലപ്പോൾ ചേഞ്ച് ചെയ്യേണ്ടി വരും. മ്യൂസിക് എഡ്യൂക്കേഷനിലും മെത്തേഡുകൾ മാറേണ്ടി വരും. മെത്തേഡുകൾ മാറിയാൽ നമുക്ക് കൂടുതലും റീച്ച് ഔട്ട് ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡീസ് അല്ലല്ലോ, അപ്പൊ ഒരു എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി. അതെ. അപ്പൊ അതില് വേണമെങ്കിൽ എന്നുള്ള ഒരു ചോദ്യചിഹ്നം അവിടെ ഉണ്ട്. അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ വിദ്യാർത്ഥികൾ ഈ വയലിൻ പഠിത്തത്തിലേക്ക് കൂടുതലും വരാത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മ്യൂസിക് പഠിക്കുക എന്ന് പറയുന്നത് ഒരു തൊഴിലിന് വേണ്ടി മാത്രം പഠിക്കാതെ, കാരണം ഇന്നത്തെ മൊബൈലിലൂടെയൊക്കെയുള്ള അഡിക്ഷൻ, കമ്പ്യൂട്ടറിലൂടെ മൊബൈലിലൂടെ അങ്ങനെ പല കാര്യത്തിലൂടെയുള്ള അഡിക്ഷൻ എന്ന് പറയുന്നത് ഒരുപാട് സമയം വ്യർത്ഥമായി പോയിക്കൊണ്ട്, അത് പ്രായമുള്ളവരായിക്കോട്ടെ കൊച്ചുകുട്ടികളായിക്കോട്ടെ. അപ്പോൾ ആ സമയങ്ങളൊക്കെ എല്ലാം യൂട്ടിലൈസ് ചെയ്താൽ ഈ മ്യൂസിക് വിദ്യാഭ്യാസത്തിലൂടെ നമ്മുടെ ചിന്തകൾക്ക് തന്നെ കൂടുതൽ ക്ലാരിറ്റി കൊണ്ടുവരാൻ പറ്റും. അപ്പം എൻ്റെ അഭിപ്രായത്തിൽ മ്യൂസിക് പഠിക്കുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ക്ലാസ്സിലേക്ക് പോകുന്നു. അപ്പോൾ ക്ലാസ്സിൽ ഞാനും ടീച്ചറിൻ്റെ അടുത്ത് നിന്ന് ക്ലാസ് എടുക്കുന്ന സമയമുണ്ട്, ഞാൻ വ്യക്തിപരമായി വീട്ടിലിരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന സമയമുണ്ട്, അതുപോലെ തന്നെ ഈ പഠിച്ച പീസ് മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫോം ചെയ്യുന്ന സമയങ്ങളുണ്ട്. ഇത് മൂന്നുമാണ് സംഭവിക്കുന്നത്. ഒന്ന്, പെർഫോം ചെയ്യുന്ന ദിവസം. രണ്ട്, ഞാൻ ക്ലാസ്സിന് പോകുന്ന ദിവസം. മൂന്ന്, ഇത് വീട്ടിൽ ഞാൻ പ്രാക്ടീസ് ചെയ്യുന്ന ദിവസം. ഇതിൽ പെർഫോം ചെയ്യുന്ന സമയം ഞാൻ ലൈറ്റിൻ്റെ മുമ്പിൽ ഇരിക്കുന്നു, എല്ലാവരും എന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു, എനിക്ക് തെറ്റുപറ്റാതെല്ലാം വായിക്കണം എന്നുള്ള ടെൻഷൻ്റെ ദിവസമാണ്. അത് ശരിക്കും എൻജോയബിൾ ഡേ അല്ല. അതേപോലെ ക്ലാസ്സിന്റെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നു എന്നുള്ളൊരു ദിവസം, അതും എൻജോയബിൾ ഡേ അല്ല. ഇതിന്റെ എൻജോയ്മെന്റ് കിടക്കുന്നത് നമ്മുടെ പേഴ്സണൽ പ്രാക്ടീസാണ്. അപ്പം ഞാൻ എൻ്റെ ഇൻസ്ട്രുമെന്റുമായിട്ട് സ്പെൻഡ് ചെയ്യുന്ന സമയമാണ് എൻ്റെ ഏറ്റവും എൻജോയബിൾ ടൈം. സോ ഐ എൻജോയ് മൈ മ്യൂസിക് ടൈം. അപ്പം ഞാൻ എൻ്റെ ടീഷർട്ട് വിട്ട്, ഞാൻ എൻ്റെ വീട്ടിൽ ഷോർട്സ് വിട്ട് ഞാൻ വയലിൻ വായിക്കുമ്പോൾ അതിൻ്റെ എൻജോയ്മെൻറ്റ്, ഫുൾ എൻജോയ്മെൻറ്റ് എനിക്കാണ് കിട്ടുന്നത്. അവിടെ ആരും കാണുന്നുമില്ല, ആരും കേൾക്കുന്നുമില്ല. അപ്പം ആ പ്രോഗ്രസ് ഞാൻ ഉണ്ടാക്കുമ്പോൾ ദാറ്റ് ഈസ് വാട്ട് എൻ്റെ എൻജോയ്മെൻറ്റ് കിടക്കുന്നത്. ഇനി ഭാവി എന്താണ് പരിപാടികളൊക്കെ? ഭാവിയിൽ ഇപ്പോൾ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓൾറെഡി നടക്കുക. അപ്പോൾ ആ മ്യൂസിക് ഇൻസ്റ്റിറ്റ്യൂട്ട് കൂടുതലും വയലിൻ കുട്ടികളാണ് എനിക്ക് ഡൽഹിയിലുള്ളത്. അപ്പം എനിക്ക് മറ്റുള്ള ഇൻസ്ട്രുമെൻറ്റിലൂടെയും കുട്ടികളെ കുറച്ചുകൂടി റീച്ച് ഔട്ട് ചെയ്യണമെന്നുണ്ട്. അതിപ്പോൾ പിയാനോ ആയിക്കോട്ടെ, ഗിറ്റാറ്, അതുപോലെ ഇൻസ്ട്രുമെൻ്റ്. എല്ലാവരും വയലിൻ പഠിക്കണമെന്ന് തന്നെ ഇല്ല. അപ്പോൾ മ്യൂസിക് ലൈൻ എത്രയും ചെറുപ്പത്തിൽ തന്നെ പിള്ളേർക്ക് എത്തിച്ചു കൊടുക്കുകയാണെങ്കിൽ അത്രയും ചെറുപ്പത്തിൽ തന്നെ അവർ മ്യൂസിക്കലി ട്രെയിൻഡും ആയിരിക്കും. ആ ട്രെയിൻഡ് ആയിരിക്കുന്ന കുട്ടികൾ ഒരുമിച്ച് വന്ന് വായിക്കുന്നു, ഒരുമിച്ച് ഒരു പീസ് വായിക്കുന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് വായിക്കുന്നു, അവരൊരു ഓർക്കസ്ട്ര ടുഗദർ ചെയ്യുന്നു എന്ന് പറയുന്നത് അതൊരു വലിയൊരു അച്ചീവ്മെൻറ്റാണ് ആ സൊസൈറ്റിനെ സംബന്ധിച്ച്. കാരണം അവർ ആ ഫോക്കസോടെയാണ് കടന്നു വരുന്നത്. അവർ വന്ന് റിഹേഴ്സൽ ചെയ്യുന്നു, അത് വളരെ ഗ്രാൻഡ് ആയിരിക്കുന്നു. ഇപ്പോൾ ഒരു അധ്യാപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റിൽ മാത്രം ഉൾക്കൊണ്ട് നിൽക്കുന്ന ഒരു പ്രവണതയല്ല ഇപ്പോൾ കാണുന്നത്. കാരണം ഒരു വയലിനിസ്റ്റ് ആണെങ്കിൽ തന്നെ അവന് ഗിറ്റാർ പഠിപ്പിക്കാം, അതുപോലെ തന്നെ പിയാനോ പഠിപ്പിക്കാം. ഇങ്ങനെ പല രീതിയിലും ആ മൾട്ടി ടാലന്റഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റലിസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻസ്ട്രുമെന്റ് കൊണ്ട് ഇന്നത്തെ കാലത്ത് നമുക്ക് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ഒരു അധ്യാപകൻ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വർക്ക് ചെയ്യുമ്പോൾ 3 ഇൻസ്ട്രുമെന്റ് അറിയാവുന്ന ഒരാളാണെങ്കിൽ കൂടുതലും അവന് കുറച്ച് മെച്ചം അവിടെ നിന്ന് കിട്ടും. ആ ഒരു നിലപാടിൽ ബിജുവിന് എന്താ അഭിപ്രായം? ഒരു പ്രധാന ഇൻസ്ട്രുമെന്റ് നമുക്ക് ഉറപ്പായിട്ടും വരും. നമ്മുടെ ഇൻസ്ട്രുമെന്റിൽ ഒരു പ്രധാന ഇൻസ്ട്രുമെന്റായിട്ട് ഉറപ്പായിട്ടും വരും. പക്ഷെ ഇപ്പൊ എന്നെ പഠിപ്പിച്ച, ഇംഗ്ലണ്ടിൽ പഠിപ്പിച്ച ടീച്ചർമാർ, വയലിൻ പഠിപ്പിച്ച ടീച്ചറിന് പിയാനോയിൽ നല്ല നോളജ് ആയിരുന്നു. അപ്പൊ അതിൻ്റെ അകത്തൊരു പ്ലസ് പോയിന്റ് കണ്ടത്, വയലിൻ എന്നെ പഠിപ്പിച്ചതിന് ശേഷം എന്നെ അക്കമ്പനി ചെയ്യുന്നതും എക്സാമിന് അക്കമ്പനി ചെയ്യുന്നതും എൻ്റെ ടീച്ചേഴ്സാണ്. അപ്പൊ ടീച്ചേഴ്സിന് അറിയാം ഈ സ്റ്റുഡൻറ്റിന്റെ വീക്ക്നെസ്സും. അപ്പോൾ സ്റ്റുഡൻറ്റിന്റെ വീക്ക്നെസ് അറിയാവുന്ന ടീച്ചർ, അല്ലെങ്കിൽ സ്റ്റുഡൻറ്റിന്റെ സ്ട്രെങ്ത് അറിയാവുന്ന ടീച്ചർ, അവർ തന്നെയാണ് അക്കമ്പനി ചെയ്യുന്നത്. അപ്പം എന്ത് പറ്റും, നമുക്ക് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അതൊരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അപ്പം അവർ തന്നെ മ്യൂസിക് തിയറി പഠിപ്പിക്കുന്നു, പിയാനോ പഠിപ്പിക്കുന്നു, വയലിൻ പഠിപ്പിക്കുന്നു. അവർ തന്നെ അതിൻ്റെ അക്കമ്പനിമെന്റ് ചെയ്യുമ്പോൾ
നമുക്ക് അതിൻ്റെ അകത്ത് മിസ്റ്റേക്ക് വരാനുള്ള ചാൻസേ ഇല്ല. ചാൻസേ ഇല്ല. അതെ അതെ. അല്ല, അതെന്തുകൊണ്ട് ബിജു അത് കൈകാര്യം ചെയ്യാൻ ശ്രമിച്ചില്ലെന്നുള്ളതാണ് എൻ്റെ. ഞാൻ പിയാനോ പഠിച്ചിരുന്നു, ഇംഗ്ലണ്ടിലായിരുന്നപ്പോൾ പിയാനോ പഠിച്ചിരുന്നു. ഡൽഹിയിലെ സാഹചര്യങ്ങളൊക്കെ മോശമായിരുന്നു. അപ്പൊ ഡൽഹിയിലെ സാഹചര്യം മോശമായതുകൊണ്ട് പിയാനോ വാങ്ങുക അല്ലെങ്കിൽ പിയാനോ ക്ലാസ് എടുക്കുക, പിയാനോന് ഒരെണ്ണം സംഘടിപ്പിച്ച് റിഹേഴ്സൽ ചെയ്യുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ട് എനിക്ക് തോന്നിയില്ല. ഡൽഹിയിലായിരുന്ന സമയത്ത് തന്നെ തിയോളജി പഠിക്കാൻ വേണ്ടി ഞാൻ 3 വർഷം ആ ലൈനിലേക്ക് പോയി. പക്ഷെ എന്നെ സംബന്ധിച്ച് മ്യൂസിക്കും തിയോളജിയും തമ്മിൽ വളരെയധികം ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. പത്നി, അതായത് ഭാര്യ, എന്താ പേര്? ജാനറ്റ് ലോറൻസ്. ജാനറ്റിനെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. ജാനറ്റ്, എങ്ങനെയുണ്ട് ജീവിതം? ഈ വയലിനിസ്റ്റിനെ കൊണ്ട് നമുക്ക് സന്തോഷമായിട്ട് ജീവിക്കാൻ സാധിച്ചോ? പിന്നെ ദൈവാനുഗ്രഹം തന്നെയാണ്, ദൈവത്തിന്റെ ബ്ലെസ്സിംഗ്. ഇറ്റ്സ് എ ബ്ലെസ്സിംഗ് ഫ്രം ദി ലോർഡ്. ഇപ്പം നമ്മൾ പറയണ മാതിരി മറ്റുള്ള ആളുകളും ഇത് തന്നെ പറയാനുള്ള സാധ്യത ഉണ്ടോ എന്ന് ഞാൻ ചോദിക്കണം. യെസ്, ഓഫ് കോഴ്സ്, ഈവൻ ദ പേരൻസ് ഓൾസോ സേസ് സെയിം തിങ് ഓൺലി. ഇപ്പോഴും വളരെ സന്തോഷകരമായിട്ട് ഈ സംഗീതം കൊണ്ടുള്ള ജീവിതം പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നാണ് ജാനറ്റ് പ്രതീക്ഷിക്കുന്നത്. യെസ് യെസ്, ഓഫ് കോഴ്സ്, വി എൻജോയ് റിയലി വിത്ത് മ്യൂസിക്. വാട്ട് അബൌട്ട് യുവർ ചിൽഡ്രൻ? Children also, we all together enjoy the music. Without music, our life is nothing. വിവാഹം കഴിക്കുന്ന സമയത്ത് ബിജു ഒരു കലാകാരനായി, ഒരു വയലിനിസ്റ്റായി, ഒരു ട്യൂട്ടറായി നടക്കുന്ന ആ ഒരു സ്റ്റേജിലായിരുന്നു. Yes. അന്ന് കരുതിയിരുന്നോ ഇന്നത്തെ ഈ ജീവിതം? Yes, of course, because I thought of learning music more from him. That was my aim actually. ഈ ബിജു ജീവിതത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഏതെങ്കിലും വിധത്തിലുള്ള സംഗീതോപകരണങ്ങൾ കൈകാര്യം ചെയ്തിട്ടുണ്ടോ? I used to play harmonium when I was small, like when I was in the 5th, 8th standard, and then I used to do my singing and all. പാരൻസ് എന്തെങ്കിലും താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടോ സംഗീതത്തിലേക്ക്? Yes, we all used to be great singers actually in our house. We whole night we used to sing. ഇനി മുമ്പോട്ടുള്ള പ്രയാണം എന്തായിരിക്കണം എന്ന് പ്രതീക്ഷിക്കുന്നത്? I think that it will be more better than this only. Sure. Yes. You expect that? Yes, yes. ഞാനൊരു കാര്യം പറയുകയാണ്. ഒരു സിനിമാ താരത്തിന്റെ ഒരു ഫേസ് ഉണ്ട്. ശരിയല്ലേ? മോഹിനി, കറക്റ്റ് അല്ലേ? മോഹിനിയുടെ ഒരു ലുക്ക് ഉണ്ടല്ലേ? ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ആരും പറഞ്ഞിട്ടില്ല. മോഹിനിയുടെ ഒരു ലുക്ക് ഉണ്ട്. ബിജുവിന് പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? ഇപ്പൊ മ്യൂസിക്കിന് പ്രത്യേകിച്ച് പ്രായമൊന്നൊന്നുമില്ല, പിന്നെ ദരിദ്രനെന്നോ സമ്പന്നനെന്നോ ഇല്ല, വിദേശീയനെന്നോ സ്വദേശീയനെന്നോ ഇല്ല. അപ്പോൾ മ്യൂസിക്കിന് അങ്ങനെ ഒരു ഡിവിഷനേ ഇല്ല. അപ്പോൾ അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ലാത്ത മ്യൂസിക് നമ്മൾ കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കണം. അവർ ആ മ്യൂസിക് കേട്ടും വായിച്ചും പഠിച്ച് വളർന്നു കഴിയുമ്പോൾ അവർക്ക് മുന്നോട്ട് വരുമ്പോൾ അവർ ആ സൊസൈറ്റിയിൽ ഈ മ്യൂസിക് പിന്നീട് അവതരിപ്പിക്കുന്നവരാകും, അത് പെർഫോം ചെയ്യുന്നവരാകും. മാത്രമല്ല ഈ വീടുകളിലൊക്കെ ഇന്നെപ്പോഴും മ്യൂസിക് ആയിരിക്കും. അപ്പോൾ ആ മ്യൂസിക് പഠിച്ചത് കൊണ്ട് അവരുടെ ഡോക്ടറാകാനോ അവരുടെ എൻജിനീയർ ആകാനോ അല്ലെങ്കിൽ അവരേത് ഫീൽഡാണ് തിരഞ്ഞെടുത്തത് അതൊരിക്കലും തടസ്സമാവുന്നില്ല. ആ മ്യൂസിക് എഡ്യൂക്കേഷൻ തുടരുകയും ചെയ്യും. അപ്പോൾ അതൊരു ഹെൽത്തി സൊസൈറ്റിക്കുള്ള ഒരു നല്ല ഒരു ചിഹ്നവും കൂടിയാണ്. ഏതായാലും ബിജുവിൻ്റെ ലൈഫ്, സംഗീതത്തിൽ ഉണ്ടായ ജീവിത അനുഭവങ്ങൾ, ഇതെല്ലാം നമ്മൾക്ക് മനസ്സിലായി. ഏതായാലും നല്ലൊരു പാഠമാണ് ഇന്നത്തെ ഈ ഇൻ്റർവ്യൂയിലൂടെ പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുള്ളത്. ഇനിയും നല്ല കലാകാരന്മാരുമായി ഞാൻ വീണ്ടും എത്തും. അതുവരെ